ഇത് വാസുദേവന്റെ കഥയാണ്. കാണാൻ ഇരുനിറമാണെങ്കിലും സുന്ദരനായിരുന്നു വാസുദേവൻ. ആ നാട്ടിലെന്നല്ല, ആ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ കോടീശ്വരനായ വ്യക്തിയാണ് വാസുദേവൻ എന്ന് പറയാം. ഇപ്പോൾ വയസ്സ് 40 കഴിഞ്ഞിരിക്കുന്നു. സുന്ദരിമാരായ പല പെൺകുട്ടികളുടെയും കല്യാണാലോചനകൾ വരുന്നുണ്ട് അയാൾക്ക്. അതിൽ തന്നെ 23 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള ഇതുവരെ കല്യാണം കഴിയാത്തതും ഡൈവോഴ്സ് ആയവരും ഉൾപ്പെടെയുള്ള പല സുന്ദരിമാരുടെയും ആലോചനകളുണ്ട്. അവരൊക്കെ കാത്തിരിക്കുകയാണ് അയാളുടെ ഒരു സമ്മതത്തിന് വേണ്ടി. മാത്രമല്ല, അയാൾ ഒന്ന് വിളിച്ചാൽ അയാളുടെ കൂടെ എവിടെ വേണമെങ്കിലും പോകാൻ അവർ തയ്യാറാണ്. പക്ഷേ അയാൾക്ക് ഒന്നിനോടും ഒരു താല്പര്യമുണ്ടായിരുന്നില്ല. ഒരു മരവിച്ച മനസ്സുമായി സഞ്ചരിക്കുന്ന യാത്രക്കാരനെ പോലെയാണ് അയാൾ. ഒരു ദിവസം അയാൾ കാറിൽ പോവുകയായിരുന്നു. അപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. അവിടെ ഉണ്ടായിരുന്ന ഗ്രൗണ്ടിൽ പിള്ളേര് ക്രിക്കറ്റ് കളിക്കുന്നു. രാജു, വണ്ടി നിർത്തൂ. എന്താ സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഡ്രൈവർ വണ്ടി നിർത്തി. വാസുദേവൻ ഒന്നും മിണ്ടാതെ കാറിൽ നിന്നും ഇറങ്ങി ആ പിള്ളേര് ക്രിക്കറ്റ് കളിക്കുന്നത് നോക്കി നിന്നു. എല്ലാം നല്ല കാശുള്ള വീട്ടിലെ പിള്ളേരാണെന്ന് തോന്നുന്നു. നല്ല വസ്ത്രം, നല്ല ബാറ്റ്, വിക്കറ്റ്, ബോള് എല്ലാം മികച്ചത് തന്നെ, അയാൾ മനസ്സിൽ പറഞ്ഞു. പെട്ടെന്നാണ് അയാൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിച്ചത്. അവരുടെ ക്രിക്കറ്റ് കളി കണ്ട് ഒരു പയ്യൻ അങ്ങോട്ട് മാറിയിരുന്ന് കൈയടിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നു. പഴയത് എന്ന് തോന്നിക്കുന്ന ഒരു ബനിയനും ട്രൗസറുമാണ് വേഷം. കണ്ടിട്ട് പാവപ്പെട്ട വീട്ടിലെ പയ്യനാണെന്ന് തോന്നുന്നു. അവനെന്താ ആ പിള്ളേര് ക്രിക്കറ്റ് കളിക്കാൻ കൂട്ടാത്തത്, അയാൾ ചിന്തിച്ചു. ക്രിക്കറ്റ് കളി കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും ഒരു തവണ കൂടി കളിക്കാൻ ടീം ഇടുകയായിരുന്നു. അപ്പോൾ ആ പാവപ്പെട്ട പയ്യനും ഓടിച്ചെന്ന് അവരുടെ അടുത്ത് നിൽക്കുന്നു. പക്ഷേ ആ പിള്ളേര് അവനെ ഒരു രീതിയിലും അടുപ്പിക്കാതെ മാറ്റി നിർത്തുകയായിരുന്നു. അവസാനം ആ പിള്ളേര് ടീമിട്ട് ക്രിക്കറ്റ് കളി തുടങ്ങിയപ്പോൾ ആ പാവപ്പെട്ട പയ്യൻ അവിടെ ഇരുന്ന് കൈയടിക്കാനും ചിരിക്കാനും തുടങ്ങി, ആരോടും പരാതിയും പരിഭവവുമില്ലാതെ. വാസുദേവൻ അങ്ങോട്ട് പോകവേ ഡ്രൈവർ പറഞ്ഞു, സാർ വേണ്ട, ആളുകൾ കൂടും. ഏയ്, അതിന് എനിക്കിവിടെ അധികം ഫാൻസ് ഒന്നുമില്ലടോ. അതും പറഞ്ഞ് അയാൾ ആ പയ്യന്റെ അടുത്തേക്ക് ചെന്നു. ഹലോ. അയാളുടെ ശബ്ദം കേട്ട് അവൻ തലയുയർത്തി അയാളെ നോക്കി. എന്താ എന്ന് തലയാട്ടി. കോട്ടും സൂട്ടും ഇട്ട ഒരാളെ കണ്ട പരിഭ്രമമൊക്കെ അപ്പോൾ അവന്റെ മുഖത്ത് പ്രകടമായിരുന്നു. നിന്റെ വീട് എവിടെയാ? അയാളുടെ ചോദ്യം. ഇവിടുന്ന് കുറച്ചപ്പുറത്താ, അവൻ കൈകൊണ്ട് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു. നിന്റെ അച്ഛൻ എന്ത് ചെയ്യുവാ? അച്ഛനില്ല. അമ്മയോ? അമ്മ വീട്ടു ജോലിയാ, ഉച്ചയ്ക്ക് വരും. നിനക്കിന്ന് ക്ലാസ് ഇല്ലേ? ഇല്ല, ഇനി മറ്റന്നാളെ ക്ലാസ് ഉള്ളൂ. ദേ, ഈ കാർഡ് നിന്റെ അമ്മയ്ക്ക് കൊടുക്കാമോ? എൻ്റെ കമ്പനിയിൽ ഒരു ജോലിക്കാരി ആവശ്യമുണ്ട്, നല്ല സാലറിയും കിട്ടും. ആ പയ്യൻ ആ കാർഡ് വാങ്ങി അയാളെ കണ്ണ് മീച്ച് നോക്കി. നിന്റെ പേരെന്താ? മനാഫ്. അപ്പോൾ ശരി, കാണാം. ആ പയ്യൻ തലയാട്ടി. അയാൾ കാറിനടുത്തേക്ക് നടന്നു. അപ്പോഴും ആ പയ്യൻ അയാളെ തന്നെ നോക്കുമായിരുന്നു. അയാൾ കാറിൽ കയറിയപ്പോൾ ഡ്രൈവർ ചോദിച്ചു, എന്ത് പറ്റി സാർ? പണ്ടത്തെ ഓർമ്മകളിലേക്ക് പോയോ? അതേടോ, പണ്ട് ഞാനും ഇങ്ങനെയായിരുന്നു. അന്ന് എനിക്ക് എല്ലാവരെയും സഹായിക്കാൻ ഇഷ്ടമായിരുന്നു. എല്ലാ കാര്യത്തിലും മുൻപിൽ തന്നെ ഉണ്ടാവുമായിരുന്നു. പക്ഷേ എന്തെങ്കിലും കാര്യം വരുമ്പോൾ എന്നെ എല്ലാവരും ഒഴിവാക്കുമായിരുന്നു, കൂട്ടുകാർ വരെ. പലതവണ അവർ എന്നെ കൂട്ടാതെ പലയിടത്തും പോയി. പക്ഷേ ഞാൻ അത് അറിയാത്ത ഭാവം നടിച്ച് അവരോട് കൂട്ടുകൂടി. കാരണം എനിക്കറിയാമായിരുന്നു, അതെന്താ എന്നെ കൂട്ടാതെ നിങ്ങൾ പോയത് എന്ന് ഞാൻ ചോദിച്ചാൽ അപ്പോൾ തന്നെ അവർ എന്നെ ഒഴിവാക്കുമെന്ന്. പിന്നെ ആരും എന്നോട് മിണ്ടുക പോലുമില്ലെന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് ആരോടും പരാതിയും പരിഭവമില്ലായിരുന്നു. അതും പറഞ്ഞ് വാസുദേവൻ ചിരിച്ചു. ശരിയാ സാർ, എൻ്റെയും ജീവിതം ദുരന്തം നിറഞ്ഞതായിരുന്നു. നന്നായി പഠിക്കുമായിരുന്നു ഞാൻ. വീട്ടിൽ അച്ഛനും അമ്മയും ഒരു അനിയത്തിയുമായിരുന്നു. പൈലറ്റ് ആവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ മരണപ്പെട്ടു. അറ്റാക്കായിരുന്നു. അതെനിക്ക് വലിയ ഷോക്കായിരുന്നു. പിന്നെ അമ്മയുടെയും അച്ഛൻ്റെയും ഒളിച്ചോടിയുള്ള പ്രണയവിവാഹമായിരുന്നത് കൊണ്ട് തന്നെ അമ്മയെ സഹായിക്കാൻ പ്രത്യേകിച്ച് ആരും വന്നില്ലായിരുന്നു. പിന്നെ അമ്മ ഓരോ ജോലിക്ക് പോയി ഞങ്ങളെ നോക്കി. പക്ഷെ പലരും അമ്മയോട് മോശമായി പെരുമാറുന്നതും അമ്മയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നതും ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അച്ഛൻ്റെ മരണശേഷം തന്നെ എൻ്റെ മനസ്സ് തകർന്നതാണ്. പഠിക്കാനുള്ള ബുദ്ധിയും ശ്രദ്ധയും എല്ലാം നഷ്ടപ്പെട്ടതുപോലെയായിരുന്നു എനിക്ക്. എപ്പോഴും മനസ്സിൽ പേടിയായിരുന്നു. പിന്നെ ഞാൻ ഉഴപ്പനായി മാറി. അങ്ങനെ കുറച്ചു കാലം പോയി. പിന്നെ ഞാൻ ജോലിക്ക് പോയി തുടങ്ങി.
ഹോട്ടലിലായിരുന്നു എൻ്റെ ആദ്യത്തെ ജോലി. വളരെ നല്ല മനുഷ്യനായിരുന്നു ആ ഹോട്ടൽ ഉടമ. പേര് സുലൈമാൻ. എല്ലാവരും അദ്ദേഹത്തെ സുലൂക്ക എന്ന് ബഹുമാനത്തോടെ വിളിക്കും. എൻ്റെ വീടിനടുത്ത് തന്നെയായിരുന്നു ആ ഹോട്ടൽ. ഞങ്ങളുടെ കഷ്ടപ്പാട് മനസ്സിലാക്കി അയാൾ രാവിലെയും രാത്രിയിലെയും ഭക്ഷണം എനിക്ക് പൊതിഞ്ഞ് തരുമായിരുന്നു. എൻ്റെ അനിയത്തിക്ക് ലീവുള്ള ദിവസമാണെങ്കിൽ ഉച്ചയ്ക്കുള്ള ഭക്ഷണവും തരുമായിരുന്നു. ഭക്ഷണം എത്ര രുചിയില്ലാത്തതാണെങ്കിലും രുചിയുള്ളതാണെങ്കിലും വയറ് നിറയെ കഴിക്കണമെന്നായിരുന്നു അദ്ദേഹം പറയാറ്. അന്ന് രാത്രികാലങ്ങളിൽ ഹോട്ടലിൽ ബാക്കി വരുന്ന ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും പൊറോട്ടയും ഒക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതൊക്കെ എന്നോട് എടുത്തോളാൻ സുലൂക്ക പറയും. ഞാൻ എല്ലാം പൊതിഞ്ഞു കെട്ടി എടുത്ത് വീട്ടിലോട്ട് കൊണ്ടുപോകും. എൻ്റെ അമ്മയുടെയും അനിയത്തിയുടെയും മുഖത്തെ ചിരിയും സന്തോഷവും കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നിരുന്ന ഒരു സന്തോഷമുണ്ട് സാറേ. ഹോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ അഭിമാനം തോന്നും. എൻ്റെ അച്ഛൻ്റെ മരണത്തിന് ശേഷം ദൈവമില്ല എന്ന് വിശ്വസിച്ച് നടന്ന പയ്യനായിരുന്നു ഞാൻ. എൻ്റെ അമ്മയോടുള്ള മറ്റുള്ളവരുടെ പെരുമാറ്റം വളരെ മോശമാണെന്നത് കണ്ടപ്പോൾ മുതൽ എനിക്ക് ആളുകളോട് വെറുപ്പും പേടിയുമായിരുന്നു. അവരോട് എനിക്ക് ഒരു ദയയും തോന്നാറില്ലായിരുന്നു. എപ്പോഴും വെറുപ്പും പേടിയും. ആകെ മൊത്തം മരവിച്ച മനസ്സായിരുന്നു എൻ്റേത്. എന്നെ മാറ്റിയെടുത്തത് സുലൂക്കയായിരുന്നു. സഹജീവികളോട് നന്മയും ദയയും കാണിക്കാൻ അദ്ദേഹം എന്നെ പഠിപ്പിച്ചു. അദ്ദേഹം എൻ്റെ കുടുംബത്തിൻ്റെ വിശപ്പ് മാറ്റി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ അത്ര നല്ലതായിരുന്നില്ല കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഒന്നിന് പിറകെ ഒന്നായി ദുരന്തം വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദുരന്തമാണ് സുലൂക്കയുടെ മരണം. അത് എനിക്കും കുടുംബത്തിനും രണ്ടാമത്തെ ഷോക്കായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ റഷീദ താത്തയും സഹോദരൻ ജാബിറും ആ ഹോട്ടൽ നോക്കി നടത്താൻ തുടങ്ങി. ഇടയ്ക്കിടെ റഷീദ താത്തയും അവിടേക്ക് വരുമായിരുന്നു. അവർ രണ്ടുപേരും അഹങ്കാരത്തോടെയുള്ള പെരുമാറ്റമായിരുന്നു. പിന്നീട് ഒരിക്കൽ ഞാൻ ബാക്കി വന്ന ഭക്ഷണം പൊതിഞ്ഞെടുത്തപ്പോൾ ജാബിർക്ക എന്നെ വിളിച്ച് കയ്യിൽ എന്താണെന്ന് ചോദിച്ചു. ബാക്കിയുള്ള കുറച്ച് ഭക്ഷണം പൊതിഞ്ഞെടുത്തതാണെന്ന് പറഞ്ഞപ്പോൾ അത് അവിടെ വെച്ചിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി സാറേ. ആ ഭക്ഷണപ്പൊതി അവിടെ വെക്കുമ്പോൾ എൻ്റെ ഒരു കണ്ണിന് ആ പൊതിയിലേക്ക് വീണത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ മായാതെ ഓർമ്മയുണ്ട്. പിന്നെ ഞാനൊരിക്കലും അവിടുന്ന് ഭക്ഷണം എടുത്തിട്ടില്ലായിരുന്നു. ഒരു മാസം അവിടെ ജോലി ചെയ്ത് പിന്നെ അവിടുന്ന് ഇറങ്ങി. അങ്ങനെ ഓരോ ജോലികൾ മാറി മാറി ചെയ്തു. ഇപ്പോൾ ഇവിടെ സാറിൻ്റെ ഡ്രൈവറായതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ സാർ. കാരണം സാർ ഒരു നല്ല മനുഷ്യനാണ്. സാറിനെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് സുലൂക്കയാണ്. നന്മയും ദയയുമുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നത് സാറിനെ പോലുള്ളവരെ കാണുമ്പോഴാണ്. അവരെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. ശരിക്കും അവരാണ് സാർ ദൈവം. അത് കേട്ട് വാസുദേവൻ ചിരിച്ചു. അയാൾ പറഞ്ഞു, എടോ രാജു, താനും പലരുടെയും ദൈവമാണ്. പലരും തനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ ഡ്രൈവർ സംശയത്തോടെ അയാളെ നോക്കി. സാർ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എടോ, ഞാൻ തനിക്ക് മാസാമാസം ശമ്പളം തരുന്നത് എന്നെ മാത്രം ഈ കാറിൽ കൊണ്ടുവിടാനല്ലേ. പക്ഷെ താൻ ഇടയ്ക്കൊക്കെ പാർക്ക് ചെയ്ത കാറും എടുത്ത് അപ്പൂപ്പന്മാരെയും അമ്മൂമ്മമാരെയും കയറ്റിക്കൊണ്ട് പോയി വിടാറുണ്ടല്ലോ. എന്തിനേറെ പറയുന്നു, ഒരിക്കൽ ടൗണിൽ ബൈക്ക് ആക്സിഡന്റ് നടന്നപ്പോൾ താൻ കാറും എടുത്ത് ചെന്ന് ആ പയ്യനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഞാൻ അപ്പോൾ ടൂറിലായിരുന്നെങ്കിലും എല്ലാം അറിയുന്നുണ്ടായിരുന്നു. വാസുദേവൻ പറഞ്ഞത് കേട്ടപ്പോൾ അയാൾ ആകെ വല്ലാതായി. സാർ, സോറി സാർ, അത് കേട്ട് വാസുദേവൻ പറഞ്ഞു, എന്തിനാണ് സോറിയൊക്കെ? അതിൻ്റെ ആവശ്യമില്ലടോ. താൻ തൻ്റെ പ്രവർത്തികൾ തുടർന്നും ചെയ്തോളൂ. ജീവിതം വളരെ കുറച്ചല്ലേ ഉള്ളൂ. ആളുകളോട് ദയ കാണിച്ച് ജീവിക്കുന്നതിനേക്കാൾ സുഖം വേറൊന്നിനുമില്ല.